ഹായ് ഗൈസ്, ഡിഗുരു ഗൈസ്. കൂലി എന്താ പറയാൻ, പടം കണ്ടു ഗൈസ്. ഇന്നലെയാണ് പടം റിലീസായത്. ഇന്നലത്തെ 4:30 ഷോയ്ക്ക് നമ്മൾ പോയി പടം കണ്ടു. മാസ് ക്ലാസ്സും പ്രതീക്ഷിച്ച് പോയി. പക്ഷേ ഒന്നും കിട്ടിയില്ല ഗൈസ്. ക്ലൈമാക്സൊക്കെ പടത്തെക്കുറിച്ച് പറയാം. അതിന് ക്ലൈമാക്സൊക്കെ പിന്നെ ആദ്യം പടത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് ഒന്നും മനസ്സിലായില്ല. സെക്കൻഡ് ഹാഫ് വേറെ എങ്ങോട്ടോ പോയി. സംഭവം ഓൾമോസ്റ്റ് ഒരു ആവറേജ് പടമാണ് കേസ്. ഒരു ആവറേജ്, ഞാൻ കണ്ടു വെച്ച് ഒരു ആവറേജ് സിനിമ. പക്ഷേ ലിയോയും വിക്രം അതുപോലെ തന്നെ കൈതി മാനഗരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വരെ എങ്ങോട്ടോ പോയി. ഒരു ലൊക്കേഷന് എന്തോ പറ്റി, ഒന്നും ഇല്ല കേസ്. ക്ലൈമാക്സൊക്കെ വെറും ശോകം. ക്ലൈമാക്സൊക്കെ ബാക്കി എന്താ പറയുക, മറ്റേ ലിയോയുടെ ക്ലൈമാക്സ് ഒക്കെ കാണിച്ചതെന്ന പോലെ മറ്റേ വിക്രത്തിൻ്റെ കോള് വരുന്ന പോലെ അടിപൊളി മാസ് ക്ലൈമാക്സ്. വിക്രത്തിൻ്റെ അകത്ത് റോളക്സിൻ്റെ എൻട്രി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല കേസ്. ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ക്ലൈമാക്സ്. അമീർ ഖാനൊക്കെ എന്തിനോ വന്ന് എന്തിനോ പോയി. എനിക്കൊന്ന് ബീഡി വലിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അതിൻ്റെ താരം വില്ലനെന്ന് പോലും നമുക്ക് കൺഫ്യൂഷനായി പോകും. നാഗാർജുനയാണോ അതോ സൗബിനാണോ? സത്യം പറഞ്ഞാൽ സൗബിനാണ് ഇതിൻ്റെ അകത്ത് വില്ലൻ. നാഗാർജുന എന്ന് പറഞ്ഞുകൂടാ. പടം ഓവറോൾ ഒരു ആവറേജാണ് ഗൈസ്. ആവറേജ് പടമാണ്. അപ്പോൾ കാണാത്തതുകൊണ്ട് പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഗൈസ്. പിന്നെ ആകെക്കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനിക സോങ്, അത് നൈസായിരുന്നു. മോനിക സോങ്. പിന്നെ ഫൈറ്റ് വേറെ ലെവൽ, ഫൈറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ അടിപൊളിയായിട്ടാണ് നമ്മുടെ സൗബിൻ എൻ്റെ അകത്ത് എന്താ പറയുക, ഓവറോൾ അടിപൊളിയാണ്. സൗബിൻ വേറെ ലെവലായിരുന്നു. സ്റ്റോറി വൈസ് വീക്കായിപ്പോയി ഗൈസ്. സ്ക്രിപ്റ്റ് വീക്കായിപ്പോയി. സംഭവം എന്താ പറയുക, മാസ് കൈയടിക്കാനുള്ള സംഭവം ഒന്നും. ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ പഴയ കുറേ സീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പോകും. അതിൽ വേറെ ഓവറോള് സംഭവം അങ്ങോട്ട് ഏറ്റില്ല. എന്നോട്ടിരുന്ന ആൾക്കാരൊക്കെ മറ്റേ യോഗേഷ് പറഞ്ഞ് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സീറ്റ് ഇരിക്കാൻ പറ്റില്ല, എണ്ണീറ്റ് കൈയിരിക്കുന്നു. എവിടെ ഞാനാ ഇരുപ്പ്, ഞങ്ങളെല്ലാവരും ഹൗസ്ഫുള്ളായിരുന്നു ഷോ. ഇരുപ്പ് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പം ഓവറോൾ പടം ആവറേജാണ്. സോ കാണാത്തവരെ പോയി കാണുക.